ഷാരോൺ മിസ്സേ മെഡിക്കൽ ഗ്യാസ് വരെ നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞതല്ലായിരുന്നോ? മെഡിക്കൽ ഗ്യാസ് കഴിഞ്ഞായിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന 26 ഹൗസ് കീപ്പിംഗ് സർവീസ് റിവിഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം. അപ്പൊ അതിന്റെ ഒപ്പം നമുക്ക് നോട്ട്സ് ഒന്ന് നോക്കി പോകാം കേട്ടോ. ഓക്കെ മിസ്സേ. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാം നമുക്ക് ആ ചാപ്റ്റർ. 2 ചാപ്റ്റർ ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം എഴുതാൻ പറ്റുന്ന അത്രയും നമുക്ക് തീർക്കാം. ഓക്കെ, ഫസ്റ്റ് എഴുതിക്കോ. The word housekeeping. The word housekeeping refers to the work of dash. The word housekeeping refers to the work of dash. നമ്മളെ മീനിങ് പറഞ്ഞത് ഹൗസ് കീപ്പിംഗ് റെഫേഴ്സ് ടു ദ വർക്ക് ഓഫ് എന്താ നമ്മളൊരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ടല്ലോ. ഹൗസ് കീപ്പിംഗ് സർവീസ്. ദ വേർഡ് ഹൗസ് കീപ്പിംഗ് റെഫേഴ്സ് ടു ദ വർക്ക് ഓഫ് എന്താ ഹൗസ് കീപ്പിംഗ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്ലീനിങ് അല്ലേ? വർക്ക് ഓഫ് ക്ലീനിങ്. ദ വേർഡ് ഹൗസ് കീപ്പിംഗ് refers to the work of cleaning. Okay, second question. ഇത് എഴുതുമ്പോ അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഹൗസ് കീപ്പിംഗ് സർവീസ് otherwise called dash. Like housekeeping service is also called dash. അറിയപ്പെടുന്ന മറ്റൊരു പേര് housekeeping service also called. Okay, introduction ഉണ്ടല്ലോ. Environmental service. Okay, very good. Environmental service. Housekeeping service, otherwise called environmental service. Next, third question. Housekeeping service providing housekeeping service providing a dash environment for both the patient and the hospital officials. Both the patient and the hospital officials. എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഹൗസ് കീപ്പിംഗ് സർവീസ് പ്രൊവൈഡിംഗ് പാരഗ്രാഫിൽ നോക്കിയേ. ഹൗസ് കീപ്പിംഗ് സർവീസ് പ്രൊവൈഡിംഗ് എ safe, clean, pleasant, orderly and functional environment. തിരുവനന്തപുരത്തിൽ ചോദിക്കാട്ടോ. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും 1-2 എണ്ണൊക്കെ തന്നിട്ട് ബോത്ത് എ ആൻഡ് ബി അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ് എന്നൊക്കെ പറഞ്ഞ് തരാം. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ അപ്പൊ അതെല്ലാം എഴുതിക്കോട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസ് പ്രൊവൈഡിംഗ് എ സേഫ്, ക്ലീൻ, pleasant, orderly and functional environment for both the patient and the hospital officials. Okay, next question. Housekeeping service
housekeeping service may be situated in a dash area. Housekeeping service may be situated in a dash area. ഏത് ഏരിയയിലായിരിക്കണം? ലൊക്കേഷനിൽ നോക്കിയേ. Housekeeping service may be situated in a non-prime area. Okay. Non-prime area. Housekeeping service may be situated in a non-prime area. Next question. Location കഴിഞ്ഞ നെക്സ്റ്റ് നമ്മൾ പിന്നെ നോക്കിയത് ഓർഗാനോഗ്രാം ആണ്. ഓർഗാനോഗ്രാമിൽ 3 ഇതായിട്ട് വരുന്നത്. ഫസ്റ്റ് ഏറ്റവും ടോപ്പില് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ മാനേജർ, തൊട്ട് താഴെയായിട്ട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഹൗസ് കീപ്പർ ആൻഡ് ഫ്ലോർ സൂപ്പർവൈസർ. നെക്സ്റ്റ് താഴെ വരുന്നത് ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ്. അങ്ങനെ 3 ഇതായിട്ടാണ് വരുന്നത് ഓർഗാനോഗ്രാം. അതിന് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. Who leads the housekeeping department? Who leads the housekeeping department? ആരാ ലീഡ് ചെയ്യുന്നത്? Who leads the executive housekeeper manager? Okay, executive housekeeper manager. He leads the department. Executive housekeeper manager. Next question. Next question എഴുതുക. Housekeeping employees mostly dash. Housekeeping employees mostly എങ്ങനെയുള്ളവരായിരിക്കണം housekeeping employees? എങ്ങനെയുള്ളതായിരിക്കണം housekeeping employees? Teachers by training and education. ഓക്കെ, ഇൻഎക്സ്പേർട്ടുകൾ അല്ലെ? ഇൻഎക്സ്പേർട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസിന്. ഇൻഎക്സ്പേർട്ട് ആൻഡ് ലോവസ്റ്റ് പെയ്ഡ്. അതുപോലെ തന്നെ പെയ്ഡ് എങ്ങനെ? അവർക്ക് വലിയ ഉയർന്ന സാലറി ഒക്കെ ഉണ്ടോ? അവർക്ക് കുറഞ്ഞ ശമ്പളവും അതുപോലെ തന്നെ ഇൻഎക്സ്പേർട്ടും ആയിരിക്കണം. ആ തൊഴിലിൽ ഇപ്പൊ മുന്നൊക്കെ ചെയ്ത് ഒരുപാട് പരിചയോ അല്ലെങ്കിൽ അങ്ങനെ വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒന്നും വേണ്ട ഹൗസ് കീപ്പിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ housekeeping employees mostly inexpert and lowest paid. Next question. In housekeeping service, housekeeping service organogram has mainly dash levels. In housekeeping service organogram has mainly dash levels. Housekeeping service organogram has mainly dash levels. എത്ര ലെവലാണ്?
ഓർഗാനോഗ്രാം എത്ര ലെവലായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നേ? 3 levels. Next question. Which of the following are the functions of housekeeping service? Which of the following are the functions of housekeeping service? ഏതൊക്കെയാ ഫങ്ഷൻസ് വരുന്നത്? എന്നിട്ട് ഓപ്ഷൻസ് തരാം, എന്നിട്ട് നോക്കാം കേട്ടോ. Which of the following are the functions of housekeeping service? ഓപ്ഷൻ എ എഴുതാം, daily cleaning. Option B, watering indoor plants. Option C എഴുതാം, discharge cleaning. Option D എഴുതാം, all of the above. ഫങ്ഷൻസ് നോക്കിയേ, all of the above. Very good. അപ്പൊ ഡെയിലി ക്ലീനിങ്, വാട്ടറിങ് ഇൻഡോർ പ്ലാന്റ്സ്, ഡിസ്ചാർജ് ക്ലീനിങ്, ഇതൊക്കെ ഹൗസ് കീപ്പിംഗ് സർവീസിന്റെ ഫങ്ഷൻസിൽ വരുന്നതാണ്. നെക്സ്റ്റ് നോക്കാം. ഇതിനകത്ത് തന്നിട്ടുണ്ട് കേട്ടോ, ഡെയിലി ക്ലീനിങ്, പീരിയോഡിക് ക്ലീനിങ്, പിന്നെ അടുത്ത ട്രാഷ് ആൻഡ് ഗാർബേജ് റിമൂവൽ, ഡിസ്ചാർജ് ക്ലീനിങ്, extermination bugs and pests, preventing spread of infection and ensuring condition for good patient care, watering indoor plants. ഇങ്ങനെ 7 functions ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോ നമ്മൾ എഴുതിയ ഓപ്ഷൻ എയും ബിയും സിയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ അതിനകത്ത് ആൻസർ all of the above. Next question. Sweeping, SWEEPING, sweeping and mopping floors, floors, comma, dusting, comes under dash. Sweeping and mopping floors, dusting come under dash. ഇതൊക്കെ ഓപ്ഷൻസ് തരാം. അതൊക്കെ ഏതിനകത്ത് വരുന്നതാണെന്നാ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എയില് ഡിസ്ചാർജ് ക്ലീനിങ്. ഓപ്ഷൻ ബിയിൽ വരുന്നത് പീരിയോഡിക് ക്ലീനിങ്. ഓപ്ഷൻ സിയില് ഡെയിലി ക്ലീനിങ്. ഓപ്ഷൻ ഡിയില് നൺ ഓഫ് ദ എബോവ്. ഏതിനകത്ത് വരുന്നതാ? ഓപ്ഷൻ സി, ഡെയിലി ക്ലീനിങ്. ഓക്കെ, ഓപ്ഷൻ സിയിൽ വരുന്നതാണ്. ഇതൊക്കെ ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നതാണ്. അപ്പൊ അതൊക്കെ നോക്കാട്ടോ. ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നത് ഏതൊക്കെയാണ് വരുന്നത്? സ്വീപ്പിംഗ് ആൻഡ് മോപ്പിംഗ് ഫ്ലോർസ്, ഡസ്റ്റിംഗ്, ഫർണിച്ചർ ക്ലീനിങ്, ഫിക്സർ വാൾസ്, സീലിംഗ്, windows and bathrooms, empty trash and defrosting refrigerators in nursing station. ഇതൊക്കെ ഡെയിലി ക്ലീനിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, ഡെയിലി ഇതൊക്കെ നമ്മൾ ക്ലീനിങ്ങിൽ വരുന്ന. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പീരിയോഡിക് ക്ലീനിങ് includes dash. ഇനി പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്ന ഏതൊക്കെയാന്ന് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് പറയാം. വാഷിംഗ് വിൻഡോസ്,
Option B, cleaning carpets. Cleaning carpets. C, waxing floors. Waxing floors. Option D, all of the above. All of the above. All of the above. Periodic cleaning include ചെയ്തേക്കുന്ന ഏതൊക്കെയാ? Washing Periodic windows. washing windows വരും. Waxing floors. പിന്നെ അടുത്ത cleaning carpets. Cleaning carpets. Dusting, high seating and changing and vapors ഒക്കെ ചേഞ്ച് ചെയ്യുന്നത്, കാർപ്പറ്റ് ക്ലീനിങ്, പിന്നെ ഡസ്റ്റിംഗ്, ഹൈ സീലിംഗിന് മുകളിലുള്ള ഡസ്റ്റിംഗ്, വാക്സിംഗ് ഫ്ലോറിംഗ്. ഈ വാക്സിംഗ് ഫ്ലോർസ് എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ തൂത്തുവാരി പോവുക അല്ല, അത് ഉദ്ദേശിക്കുന്നത് ഡീപ് ക്ലീനിങ്ങിനാണ് വാക്സിംഗ് ഫ്ലോർസ് എന്ന് പറയുന്നത്. അതൊക്കെ പീരിയോഡിക് ആണ്. ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഫ്ലോർ അടിക്കും. അപ്പൊ നമ്മൾ ആഴ്ചയിലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി എല്ലാം അരിയും കൂടിയൊക്കെ ചേർത്ത് നല്ല കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യും. എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ അടിക്കണമെന്നില്ല അല്ലെ? വീട്ടിൽ അങ്ങനെയല്ലേ? എല്ലാ ദിവസവും നമ്മൾ എല്ലാം എന്താ പറയാ മുക്കുമൂരിയൊക്കെ ചേർത്ത് അല്ലെങ്കിൽ കട്ടിലിന്റെ അടിയിലൊക്കെ ആണെങ്കിലും എല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെ പോകണമെന്നില്ല. പക്ഷെ നമ്മൾ ആഴ്ചയിലെങ്കിലും നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ ഒന്നുകൂടി നമ്മൾ ക്ലീൻ ചെയ്യും. അതാണ് വാക്സിംഗ് ഫ്ലോർസ് എന്ന് പറയുന്നത്. ഡീപ്പ് ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊക്കെ പീരിയോഡിക് ക്ലീനിങ്ങിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Discharge cleaning. Discharge cleaning. Discharge cleaning. Discharge cleaning mainly involves discharge cleaning mainly involves dash. Discharge cleaning mainly involves dash. The discharge cleaning mainly involves എന്താ ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുന്നത്? അപ്പൊ അത് ക്ലീൻ ചെയ്ത് വേറൊരു പേഷ്യന്റിന് അവിടെ വരാൻ പാകത്തിന് അത് എന്താ പറയാ എല്ലാം ക്ലീൻ ആക്കി കൊടുക്കും. അതാണ് ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യും. അത് മേക്ക് ഇറ്റ് റെഡി ഫോർ അനദർ പേഷ്യന്റ്. വേറൊരു പേഷ്യന്റിന് യൂസ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ക്ലീൻ ആക്കുന്നതാണ് ഡിസ്ചാർജ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ. സാധാരണ അവര് വന്നിട്ട് ചെയ്യുന്ന പോലെയല്ല. റൂം വേക്കൻറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫുള്ള് അവരെല്ലാം നീറ്റ് ആക്കും അല്ലെ, എല്ലാം വൃത്തിയാക്കും. ഇതാണ് ഡിസ്ചാർജ് ക്ലീനിങ്ങിൽ വരുന്നത്. ഇതിനകത്ത് എഴുതാം ഇൻവോൾവ്സ് ready the room for another patient. Discharge cleaning mainly involves ready the room for another patient. Discharge cleaning mainly involves ready the room for another patient. Next question. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഏതാണ്? ടൈപ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് ആണ്. ഇൻ ഹൗസ് സർവീസും ഔട്ട്സോഴ്സിംഗ് സർവീസുകളും ഉണ്ട്. ഇൻസോഴ്സിംഗ് സർവീസ് ഓർ ഇൻ ഹൗസ് സർവീസുകളും ഔട്ട്സോഴ്സിംഗ് സർവീസ് ഔട്ട് ഹൗസ് സർവീസുകളും ഉണ്ട്. ടൈപ്പ് ഓഫ് ഹൗസ് കീപ്പിംഗ് സർവീസ്. അപ്പൊ ഈ ടേബിളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്തത്. In which of the following housekeeping service the practice of hearing and outside company
outside company or contractor, CONTRACTOR, or contractor to perform the work. In which of the following housekeeping service the practice of hiring an outside company or contractor to perform the work? ഇതിനകത്ത് വരുന്നതാണ് ഇൻഹൗസ് സർവീസിലാണോ ഔട്ട്സോഴ്സ് സർവീസിലാണോ വരുന്നത്? അതിനകത്ത് ഓപ്ഷൻസ് തന്നേക്കുന്ന ഓപ്ഷൻ എയില് ഇൻഹൗസ് സർവീസ്, ബി ഔട്ട്സോഴ്സ് സർവീസ്, ഓപ്ഷൻ സിയില് ബോത്ത് എ ആൻഡ് ബി, ഡിയില് നൺ ഓഫ് ദ എബോവ് എന്നാ തന്നേക്കുന്നത്. ഏത് ആൻസർ വരുന്നേ? ഔട്ട്സൈഡ് കമ്പനി ഓർ കോൺട്രാക്ടർ, അതായത് ഇതിനകത്ത് ഔട്ട്സോഴ്സ് സർവീസിനുള്ളിൽ വരുന്നതാണ് ഔട്ട്സോഴ്സിംഗ് സർവീസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട്. Next question. Outsource service can vary. Outsource service can vary depending on dash. Outsource service can vary depending on dash. Okay. എന്തനുസരിച്ചാണ് വ്യത്യാസപ്പെടുന്നത് ഔട്ട്സോഴ്സ് സർവീസിംഗ്? ടേബിളിലുണ്ടല്ലോ. ഔട്ട്സോഴ്സ് സർവീസ് ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ ഫസ്റ്റ് നോക്കിയേ, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോ നിങ്ങൾക്ക് ഇതുമായിട്ട് കുറച്ചുകൂടി ഫെമിലിയർ ആവുമല്ലോ. in-house service depending on വർക്ക് ലോഡ് കണ്ട ഔട്ട്സോഴ്സ് സർവീസ് അതിനകത്തെ നമ്പറിന് നോക്കിയേ. ഇൻഹൗസ് സർവീസിൽ ഫിക്സ്ഡ് ആസ് പെർ ദ ഓതറൈസേഷൻ അനുസരിച്ച് ഫിക്സ്ഡ് ആയിരിക്കും ആ നമ്പർ. പിന്നെ ഔട്ട്സോഴ്സ് സർവീസിൽ എങ്ങനെയായിരിക്കും? ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ് കൂടുതലുണ്ടെങ്കിൽ അത് കൂടുതൽ എണ്ണ ആളുകൾ വേണം അല്ലെ. അപ്പൊ അതിന്റെ നമ്പർ വർക്ക് ലോഡിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതായത് എന്താണ്, നമ്മൾ ആ ഓതറൈസേഷൻ അനുസരിച്ച് ഇത്ര ആളുകളാണ് അങ്ങനെ ഫിക്സ് ചെയ്തിരിക്കും. അതാണ് നമ്പറിന്റെ കാര്യം. ഇൻഹൗസ് സർവീസിൽ ഫിക്സ്ഡ് ആസ് പെർ ദ ഓതറൈസേഷൻ. ഔട്ട്സോഴ്സ് സർവീസിൽ എന്ത് ചെയ്തു? നമ്പർ വ്യത്യാസപ്പെട്ടിരിക്കും ഡിപ്പെൻഡിങ് ഓൺ വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ കൂടുതൽ ആളുകളും, കുറവാണെങ്കിൽ നമ്പർ ഓഫ് പേഴ്സൺ കുറവായിരിക്കും. Okay, next question. Expand SOP. SOP എന്താ? Expand SOP. അയച്ചു നോക്കാം, ചെക്ക് ലിസ്റ്റിനകത്തുണ്ട്. Expand SOP കണ്ടുപിടിക്കും. കിട്ടിയാ? ഇല്ല. ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് ഇതിനകത്ത് നോക്കിയേ. SOP ഉണ്ടല്ലോ. കണ്ടുപിടിച്ച പാരഗ്രാഫ് ഒന്ന് നോക്കിയേ. കിട്ടിയില്ലേ ഷാരോണിന്? standard operating procedure. Okay, standard operating procedure. നിങ്ങൾ തന്നെ അത് കണ്ടുപിടിക്കുമ്പോ
എന്താ പറയാ, നിങ്ങൾക്ക് അത് കുറച്ചും കൂടി മനസ്സിൽ നിൽക്കും ഞാൻ ആൻസർ പറയണേക്കായും. അപ്പൊ നമുക്കറിയാലോ എവിടെയൊക്കെ കിടക്കുന്നേ, ആ ഒരു ഐഡിയ ഒക്കെ കിട്ടും. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, SOP. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതാം. ഹൗസ്കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ്. Housekeeping checklist. Housekeeping checklist is used by. Housekeeping checklist is used by dash. Checklist are use cheyunnada. Housekeeping checklist is used by dash. കിട്ടിയോ? പാരഗ്രാഫിൽ തന്നെ ഉണ്ടല്ലോ. Hospital housekeeper. Okay, very good. Hospital housekeepers. Housekeeping checklist is used by hospital housekeepers. Okay. Next question. ഇനിയിപ്പോ അതിനകത്ത് നമുക്ക് തന്നേക്കുന്ന നെക്സ്റ്റ് വരുന്ന ക്ലീനിങ് ഡ്യൂട്ടീസ് ആണ് ഫോർ പേഷ്യന്റ് റൂം. ക്ലീനിങ് ഡ്യൂട്ടീസ് ഫോർ പേഷ്യന്റ് റൂം, പിന്നെ പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? പിന്നെ ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്, അതിതീവ്രമായിട്ടുള്ള റൂം ക്ലീനിങ് ടാസ്കുകൾ, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? അങ്ങനെ ഓരോന്നോ തന്നേക്കുന്നത്. അപ്പൊ അതിന്റെ പോയിന്റ്സുകൾ ഒന്ന് വായിച്ചു നോക്കുക. അതിന് ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. Which of the following is not included in the cleaning duties, not included in the cleaning duties for patient room? Which of the following is not included in the cleaning duties for patient room? ഓപ്ഷൻസ് പറയട്ടെ? പറഞ്ഞു മിസ്സേ. ഓക്കെ, ഫസ്റ്റ് എഴുതിക്കോ. ഓപ്ഷൻ എയിൽ തന്നേക്കുന്നത് ക്ലീൻ ആൻഡ് സാനിറ്റൈസ്, ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഹൈ ടച്ച് ഏരിയാസ്. Clean and sanitize high touch areas. ഓപ്ഷൻ ബിയിൽ തന്നേക്കുന്നത് സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ്. സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് bedside commode, COMMODE, bedside commode. കമോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ യൂറിനൊക്കെ കളക്ട് ചെയ്യുന്ന പാത്രമില്ലേ,
അതാണ് കമോഡ് എന്ന് പറയുന്നത്. COMMODE. സാനിറ്റൈസ് ആൻഡ് സ്റ്റെറിലൈസ് ബെഡ് സൈഡ് കമോഡ്. നെക്സ്റ്റ് straight on STRAIGHTN straight on room straight on room comma vacant and reline reline trash cans TRASH, trash cans. Strengthen room vacant and reline trash cans. Next option D തന്നേക്കുന്നത് clean and sanitize. Clean and sanitize. Clean and sanitize. Showers, comma tub, TUBS, tubs, comma sink, SINK, sinks. Clean and sanitize showers, tubs, comma sink. ഇതിനകത്ത് ഏതാ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാ? പേഷ്യന്റ് റൂമിന്റെ ക്ലീനിങ് ഡ്യൂട്ടീസ് ആയിട്ട് വരാത്തത് ഏതാ, ഇൻക്ലൂഡ് ചെയ്യാത്തത്? ഓപ്ഷൻ ഡി അല്ലെ? അത് പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയേഴ്സിലാണ് വന്നേക്കുന്നത്, ആ പോയിന്റ്സിൽ വന്നേക്കുന്നതാണ് അത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is IV pod? IV pod എന്താ മീനിങ്? IV pod, IV capital letters എഴുതുക. IV pod means ഞാൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ അത് നോട്ട് ചെയ്തോന്ന് അറിയില്ല. IV pod എന്ന് പറയുന്നത് ഇൻട്രാവീനസ് പോൾസ് ആണ്. ഇൻട്രാവീനസ് പോൾസ് എഴുതിയിട്ടുണ്ടായിരുന്നു മിസ്. ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡ് അങ്ങനെയുള്ള IV പോൾ, ഇൻട്രാവീനസ് പോൾസ്. പിന്നെ അടുത്ത നമുക്ക് തന്നേക്കുന്ന പ്രോപ്പർട്ടീസ്, ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസ് എന്തൊക്കെയാന്നുള്ള കുറച്ച് പോയിന്റ്സ്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്, അതും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ട്. പ്രോപ്പർട്ടീസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഏതൊക്കെയാന്നുള്ളത് കേട്ടോ. നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡിസിൻഫെക്റ്റന്റ്, അത് ഞാൻ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടല്ലോ ആ ക്വസ്റ്റ്യൻ? അത്രയൊക്കെ ഉള്ളൂ അതിനകത്ത്. പിന്നെ അടുത്ത ലാസ്റ്റ് വരുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഹൗസ് കീപ്പിംഗ് മാനേജർ, അതുകൂടി ഉള്ളൂ. ആ ഒരു ചാപ്റ്റർ അപ്പത്തേക്ക് കഴിഞ്ഞു. പിന്നെ ചലഞ്ചസ് ആണ്, എന്തൊക്കെ വെല്ലുവിളികൾ ഹൗസ് കീപ്പിംഗ് സർവീസ് നേരിടുന്ന ചലഞ്ചസുകൾ എന്തൊക്കെയാണ്. അത് നമുക്ക് കൺസിഡേർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി. ഇത് അധികം പ്രിഫറൻസ് ഒന്നുമില്ല, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി തന്നെയാണ്, ഏരിയ തന്നെയാണ്. സാനിറ്ററി ക്ലീൻ ഇല്ലെങ്കിൽ ബാക്കിയെല്ലാം കഴിഞ്ഞല്ലോ. വെച്ചാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിലും എല്ലാ നമ്മുടെ ക്ലീനേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതത്ര പ്രയോറിറ്റി ഇല്ല, ആ ഒരു ജോബിന് അത്ര പ്രയോറിറ്റി ഇല്ല. കുറഞ്ഞ മുൻഗണനയുള്ള പ്രവർത്തനമായിട്ട്, പ്രയോറിറ്റി ഉള്ള ഒരു പ്രവർത്തനമായിട്ട് കണക്കാക്കുന്നു. ഫിനാൻഷ്യൽ കോൺസ്ട്രെയിൻസ്, സാമ്പത്തിക പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ മാൻ പവർ ഷോർട്ടേജ്, മനുഷ്യശേഷി കുറവ്. പിന്നെ അത് അൺവില്ലിംഗ് സൂപ്പർവിഷൻ, ഇഷ്ടമില്ലാത്ത ഒരു മേൽനോട്ടം. ലാക്ക് ഓഫ് അവയർനെസ്,
അവയർനെസിന്റെ കുറവ്, പിന്നെ കോൺഫ്ലിക്ട്സ് ആൻഡ് ഇന്ററപ്ഷൻസ്, സംഘർഷങ്ങളും തടസ്സങ്ങളും, പിന്നെ തെഫ്റ്റ് ആൻഡ് വേസ്റ്റേജ്, അതുപോലെ വേസ്റ്റ് ആവുക, വേസ്റ്റേജ് ആവുക, പാഴാക്കുക, ഇതൊക്കെ സർവീസ് നേരിടുന്ന ചലഞ്ചസിൽ വരുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഹൗസ് കീപ്പിംഗ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇതൊക്കെയാണ് ഇതെന്നുള്ളത്. അപ്പൊ അതിനകത്ത് ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാന്ന് ഉള്ളൂ. ചാപ്റ്ററിൽ അത്രയും കാര്യങ്ങളുള്ളൂ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് വരുന്നത് ഏതാണ്, സർവീസ് ആണ് നമ്മളെടുത്തത്. അതിന്റെ എഴുതാം കേട്ടോ, ഹോസ്പിറ്റലിൽ എഴുതുന്നുള്ളൂ. നമുക്ക് മോർച്ചറി സർവീസ്. ഉണ്ട് മിസ്. Okay, first report. Mortuary service handles the preservation of dash. Mortuary service handles the preservation of dash. Dead body. Dead bodies. Next question. That time, okay, that time morgue is okay. Second question. What? Okay, miss. ഞാനൊന്ന് പ്രസന്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാലോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ അല്ലേ നമ്മളെ the term morgue, M-O-R-G-U-E, the term morgue is derived from, E-R-I-V-E-D. The term morgue is derived from the dash word. ഏത് വേർഡിൽ നിന്ന് ടേം മോർഗ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കാം? Mortuary. Derived from, the term morgue is derived from the Mortuary.
ഫ്രഞ്ച് വേർഡ് മോർഗ്. മോർച്ചറി എന്ന് പറഞ്ഞ വേർഡ് മീനിങ് തന്നെ ടു ഹോൾഡ് സീരിയസ്ലി എന്നാണ്. നമ്മൾ പറഞ്ഞല്ലോ, രണ്ടിലും ഡിഫറൻസ് ആണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് മോർച്ചറി എന്ന് പറയുന്നത്, അതേ നോർത്ത് അമേരിക്കൻ ഇംഗ്ലീഷില് മോർഗ് എന്നാണ് പറയുന്നത്. മോർച്ചറിക്ക് നമ്മളാണ് മോർച്ചറി എന്ന് പറയുന്നത്. അപ്പൊ ഈ വേർഡ് മോർഗ് എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്ന ഫ്രഞ്ച് വേർഡ് മോർഗിൽ നിന്ന് തന്നെയാണ്, മോർഗ്. നെക്സ്റ്റ്, expand, COPP. 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 The letters എഴുതുക. Answer COPP na Committee on Plan Project. Committee on Plan Project. പിന്നെ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് തന്നേക്കുന്നതാണ്. നീഡ് ഫോർ മോർച്ചറി, പിന്നെ അത് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസ് എന്നൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്. പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ മോർച്ചറി സർവീസ് ഡിപ്പാർട്ട്മെന്റ്. ഇതിനകത്താണ് ഇവിടെ നമ്മളിപ്പോ എഴുതിയ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് COPP എന്നുള്ളത്, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രോജക്ട്, COPP. നെക്സ്റ്റ് എഴുതുക, the place where bodies are observed, the place where bodies are observed and document examined. Bodies are observed and documents examined. The place where bodies are observed and document examined. അതായത് ഒബ്സർവ് ചെയ്യാം, ബോഡീസ് ഒബ്സർവ് ചെയ്യുന്നത്, ഡോക്യുമെന്റ്സ് ഒക്കെ എക്സാമിൻ ചെയ്യുന്ന പ്ലേസ് ഏതാ? സോഷ്യൽ ഏരിയയില് നമ്മൾ ക്ലാസ്സിൽ പറയാത്തതുകൊണ്ടാണോ ഇത്? ഇനിയിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയല്ലോ, ക്ലാസ് കൂടി നമുക്ക് റിവിഷൻ മിക്കവാറും കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിക്കാം. ഇങ്ങനെ നമ്മൾ എല്ലാ ചാപ്റ്ററും ചെയ്തുപോലെ റിവൈസ് ചെയ്യാതെ ക്വസ്റ്റ്യൻ തന്നെ. എനിക്ക് തോന്നുന്നു നിങ്ങൾ അത് വായിക്കാത്തതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കിട്ടാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഏത് പ്ലേസ് അവിടെ ഓക്കെ ഫങ്ഷൻ ഏരിയയിൽ വായിച്ചു നോക്കിയേ. സെക്കൻഡ് പോയിന്റ് ഏത് പ്ലേസ് ആ? ബോഡീസ് ആർ ഒബ്സർവ്ഡ് ആൻഡ് ഡോക്യുമെന്റ് എക്സാമിൻഡ്. കിട്ടിയില്ലേ ഷാരോണ്? രണ്ടാമത്തെ നോക്കിയ ഫങ്ഷണൽ ഏരിയാസിൽ കിട്ടിയില്ലേ? ഫങ്ഷണൽ ഏരിയയില് രണ്ടാമത്തെ ഏതാ? ഫങ്ഷണൽ ഏരിയാസ് ഏതൊക്കെയാ എന്ന് പറഞ്ഞേ. ഫങ്ഷൻ ഓഫ് മോർച്ചറി സർവീസ് പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. സെക്കൻഡ് ഏതാ? ഫങ്ഷണൽ ഏരിയ അല്ലേ? പാർക്കിംഗ് വിത്ത് കവേർഡ് പോർട്ടിക്കോ. റിസപ്ഷൻ അതൊന്ന് വായിച്ചാ സെന്റൻസ്. The place where bodies are observed and documents examined. ഏതാ പ്ലേസ്? റിസപ്ഷൻ അല്ലേ? The place where bodies are observed and documents examined. Reception. പിന്നെ ട്രോളി ബേ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. In mortuary service, the trolley bay
is used for the trolley bay is used for the transportation of the dash. In mortuary service, the trolley bay is used for the transportation of the കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മോർച്ചറി സർവീസിൽ ട്രോളി ബേ യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡെഡ് ബോഡി, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ ഡെഡ് ബോഡി. പിന്നെ അടുത്ത നെക്സ്റ്റ് നമ്മൾ ഫംഗ്ഷൻ ഏരിയയില് വെയിറ്റിംഗ് ഏരിയ പറഞ്ഞേ. വെയിറ്റിംഗ് റൂം ഫോർ 15 meter square is suggested for the entry to visitors and relatives. സ്റ്റോറേജ് ചേംബറുകൾ പറഞ്ഞു. ടൈപ്സ് ഓഫ് മോർച്ചറി കോൾഡ് ചേംബേഴ്സ് ഏതൊക്കെയാ? 2 ടൈപ്പ് ഓഫ് കോൾഡ് ചേംബേഴ്സ്. വെയിറ്റിംഗ് മോർച്ചറി. പോസിറ്റീവ് ടെമ്പറേച്ചർ ഉണ്ട്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സ് ഉണ്ട്. ഈ പോസിറ്റീവ് ടെമ്പറേച്ചറിലെ ബോഡീസ് എത്ര ഡിഗ്രിയിലാണ് കീപ്പ് ചെയ്യുന്നത്? 2 degree Celsius and 4 degree degree Celsius and 4 degree between ലായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതുക. In positive temperature cold chambers bodies are kept between dash. 3 ഡിഗ്രിയിലാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 3 ഡിഗ്രി അപ്പൊ നമ്മൾ പറഞ്ഞത് 2 degree Celsius and 2 degree Celsius and 4 degree Celsius ആയിരിക്കും. ഓക്കെ. അതിനകത്ത് നമ്മൾ പറഞ്ഞു while this usually used for the keeping bodies for up to several weeks. കുറച്ച് ആഴ്ചകൾ ഇത് ബോഡീസ് ഇങ്ങനെ ചീത്തയാവാതെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വെക്കുന്നത്. പോസിറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സിൽ അതിന്റെ ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 2 degree Celsius and 4 degree. അതിന്റെ ഇടയിലായിരിക്കും കീപ്പ് ചെയ്യുന്നത്. പിന്നെ നോക്കിയാൽ it does not prevent decay with the continue at a slower rate than the room temperature. കുറഞ്ഞ ഇതിനകത്തായിരിക്കും. അതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ്, മൊത്തമായിട്ട് വിട്ട് ഡിക്കേ ചെയ്യുന്നത് പ്രിവെന്റ് ചെയ്യുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് പ്രിവെന്റ് ഡിക്കേ, പ്രിവെന്റ് ചെയ്യുന്നില്ല എന്നാ പറഞ്ഞേക്കുന്നത്, നശിച്ചു പോകുന്നു. ഇനി നെഗറ്റീവ് ടെമ്പറേച്ചർ നോക്കി, അതിനകത്ത് ബോഡീസ് എത്ര ഡിഗ്രിയിലാണ് കീപ്പ് ചെയ്തേക്കുന്നത്? നെഗറ്റീവ് കോൾഡ് ചേംബേഴ്സ് ഡെഡ് ബോഡീസ് ആർ കെപ്റ്റ് ബിറ്റ്വീൻ 50 degrees Celsius and 25 degrees Celsius. Usually used for forensic institute, particularly when the bodies have been identified. At this temperature, the body is completely frozen and decay is stopped. ഈ ടെമ്പറേച്ചർ ആകുമ്പോഴോ 15 degree to 25 degree Celsius ബോഡി കംപ്ലീറ്റ്ലി ഫ്രോസൺ. ഡെഡ് ബോഡി ഫുൾ ആയിട്ട് എന്ത് ചെയ്യും? മരവിച്ചു പോകും അല്ലെ? ആ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് -50 degree and 25 degree Celsiusലേക്ക് വരുന്ന ബോഡി 50 degree to 25 degree Celsius പോകും. അപ്പൊ അതുകൊണ്ട് ഈ ബോഡി ഫുൾ ആയിട്ട് മരവിച്ച് പോകും. അപ്പൊ അതുകൊണ്ട് ഡീകേ ഈസ് ടോട്ടലി സ്റ്റോപ്ഡ്. ഡീകേ ആവുന്നത് ടോട്ടലി എന്താ പറയാ, ഒരു ഡീകേ ആവില്ല. അതാണ് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആൻഡ് ഡീകേ ഈസ് ടോട്ടലി സ്റ്റോപ്ഡ്. ഡീകേ ആവുന്നത് സ്റ്റോപ്പ് ആവണം. അതായത് അങ്ങനെ തന്നെ മരവിച്ച് തന്നെ ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെ ഡെഡ് ബോഡീസ് അങ്ങനെ കീപ്പ് ചെയ്യും. ആ 2 ടെമ്പറേച്ചർ ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ മിസ്സേ. നെഗറ്റീവ് ടെമ്പറേച്ചർ കോൾഡ് ചേംബേഴ്സ് ഈസ് യൂസ്ഡ് ഫോർ ആർക്കൊക്കെ ഇതിനു വേണ്ടിയിട്ടോ? ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ അവർക്ക് ഓരോ കുറ്റകൃത്യങ്ങളും കാര്യങ്ങളും ഒക്കെ തെളിയിക്കാനും അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്, പർട്ടിക്കുലർലി വെൻ ദ ബോഡീസ് ഹാസ് ബീൻ ഐഡന്റിഫൈ, ബോഡിയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ അതുവരേക്കും പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കീപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ ചേംബർ യൂസ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് പിന്നെ ലാസ്റ്റ് ആ ഒരു ഏരിയയും ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അതിനകത്ത് ഫംഗ്ഷൻ ഏരിയാസ്
അതിനകത്ത് നമ്മൾ ഓരോന്നും നോക്കിപ്പോയി 4, 5 പറഞ്ഞു സ്റ്റോറേജ് ചേംബർ. 6ാമത്തെ പോസ്റ്റ്മോർട്ടം റൂം വരുന്നുണ്ട്, ഫംഗ്ഷൻ ഏരിയയിൽ വരുന്നതാണ്. പിന്നെ ഓഫീസ് റൂം ഫോർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് പ്രോസസിങ്. നെക്സ്റ്റ് ഡോക്ടേഴ്സ് റൂം വരുന്നുണ്ട്, സ്റ്റോർ റൂം വരുന്നുണ്ട്, റൂം ഫോർ ടെക്നീഷ്യൻ ആൻഡ് അസിസ്റ്റന്റിന് വേണ്ടിയുള്ള റൂമുകൾ, ചേഞ്ചിങ് റൂം, ടോയ്ലറ്റ്സ്. ഇത്രയും ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നതാണ്. അവിടെ അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഈസ് എ ഫങ്ഷണൽ ഏരിയ ഓഫ് മോർച്ചറി സർവീസ്. അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് ഏതാണ്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏതൊക്കെയാണ്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ആ 12 ഫങ്ഷണൽ ഏരിയാസ് പറയുന്നത് അതിന്റെ പേരുകളും നോട്ട് ചെയ്യണം. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കിയത് ടൈപ്പ് ഓഫ് മോർച്ചറീസ് ആണ്. വെയിറ്റിംഗ് മോർച്ചറി ഉണ്ട്. പിന്നെ അടുത്തത് 2ാമത്തെയാണ് ഹോസ്പിറ്റൽ മോർച്ചറി. 3rd പ്രൈവറ്റ് മോർച്ചറി. ഇങ്ങനെ പല ടൈപ്പ് ഓഫ് മോർച്ചറീസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് തന്നെ ചോദിക്കാം, ഡാഷ് ഈസ് ദ മോർച്ചറി ബിൽഡിംഗ് പ്ലാന്റ് എസ്പെഷ്യലി ഫോർ ദ പർപ്പസ് ദാറ്റ് ഡിക്രീസ്ഡ് പേഴ്സൺ ആർ ട്രൂലി ഡെഡ്. ഒരു ശരിക്കും മരിച്ചു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അതുവരെ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുന്നതാണ് മോർച്ചറി. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് അപ്പൊ അതിന്റെ ബാലൻസ് ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് എഴുതാം. നെക്സ്റ്റ് എന്നിട്ട് അടുത്തത് ഏതാ നമുക്ക് വരുന്ന ആംബുലൻസ് സർവീസ് അല്ലേ. ആംബുലൻസ് സർവീസ് വരുന്നുണ്ട്. നമ്മുടെ അതോടുകൂടി റിവിഷൻ കഴിയും. അപ്പൊ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സുകൊണ്ട് റിവിഷൻ തീർക്കാൻ പറ്റുമായിരിക്കും. കുറച്ച് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതി റിവിഷൻ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ആണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് പറയും, ഏരിയസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോ എന്നാൽ ക്ലാസ് ഞാൻ വൈകിട്ടോട്ടെ. ഓക്കെ മിസ്സേ. ഓക്കെ, താങ്ക് യു. വായിച്ചു വെക്കണം കേട്ടോ. അതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് പറയുമ്പോഴേ നമുക്ക് കുറച്ച് നാളുകളായിലേക്ക് പഠിച്ചിട്ട്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ നിമിഷം പറയുമ്പോ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നമുക്ക് ആ നോട്ട് ഒന്ന് വായിച്ചിട്ട് ക്ലാസ്സിൽ കയറാം. ഓക്കെ, താങ്ക് യു. ഓക്കെ മിസ്, താങ്ക് യു.